Hello dears, exam square ന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. സെക്കൻഡ് മൊഡ്യൂളിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണല്ലോ നമ്മൾ പ്രോബ്ലം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് 3 വേരിയബിൾസ് വരുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പ്രോബ്ലംസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൻ്റെ ടോപ്പ് എൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് 3 വേരിയബിൾസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് 2 വേരിയബിൾസിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്തതല്ലേ. ഇവിടെ പകരം നമ്മുടെ ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ 3 വേരിയബിൾസ് ആണ് വരുന്നത് കേട്ടോ. എഫ് ഓഫ് എക്സ്, വൈ ആൻഡ് സി. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് ഓർഡർ നമ്മളിനി പഠിക്കും. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ, ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. 1 + xy² - 2z² എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ വി ക്യാൻ ഫൈൻഡ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഇവിടെ 3 വേരിയബിൾസ് ആയതുകൊണ്ട് ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈയും അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ സിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ വി ഹാവ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ആ തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം അല്ലേ. വിത്ത് റെസ്പെക്ട് ടു പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഇസ് ഈക്വൽ ടു 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. xy² ആണല്ലേ അടുത്തത്. അപ്പോൾ xy² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ y കോൺസ്റ്റൻ്റ് ആണ്, yനെ പുറത്തെടുക്കുന്നു. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. എന്ത് കിട്ടും, 1 കിട്ടും. -2z². പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വൈയും സിയും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ 2z² ഡെറിവേറ്റീവ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 0. സോ നമ്മുടെ ആൻസർ എന്ത് കിട്ടി, y². ഓക്കെ, ഡോ എഫ് ബൈ ഡോ വൈ which is equal to ഡോ ബൈ ഡോ വൈ ഓഫ് 1 + xy² - 2z² which is equal to ഓരോ ടേംസിൻ്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഡോ ബൈ ഡോ വൈ ഓഫ് 1 0 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് xy². അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ്, അതുകൊണ്ട് മിസ് എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇൻറ്റു y² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താണ്, 2y മൈനസ് 2z² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 0 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, 2xy. നമുക്കിനി എന്താ വേണ്ടത്, ഡോ എഫ് ബൈ ഡോ സി കാൽക്കുലേറ്റ് ചെയ്യണം. വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ സി ഓഫ് 1 + xy² - 2z². നമ്മൾ സാധാരണ സ്കൂൾ ക്ലാസ്സിൽ ഇതിൻ്റെ ഇസഡ് എന്നാണ് പഠിച്ചു വരുന്നത്. ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് സി ആണ് കേട്ടോ. സി, നമ്മൾ സീബ്ര എന്ന് പറയുമ്പോൾ സി എന്നല്ലേ പറയുക. അപ്പോൾ സി ആണ് കേട്ടോ. അതുകൊണ്ട് എഫ് ഓഫ് എക്സ്, വൈ, സി, എക്സ്, വൈ, സെഡ് എന്നും പറയാറുണ്ട്. പക്ഷെ കറക്റ്റ് വൺ സി എന്നാണ് കേട്ടോ. സോ ഡോ ബൈ ഡോ സി ഓഫ് 1 + xy² - 2z² which is equal to എന്ത് കിട്ടും, ഡോ ബൈ ഡോ സി ഓഫ് 1 എന്താ, 0. ഡോ ബൈ ഡോ സി ഓഫ് xy² എന്താ, അതും 0. കാരണം ഇവിടെ സിൻ്റെ ടേംസ് ഇല്ല. ഓക്കെ, എക്സും വൈയും കിടക്കുന്നു, അപ്പോൾ അതും 0. അപ്പോൾ ഫസ്റ്റ് ടേം 0, സെക്കൻഡ് ടേമിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സി എടുക്കുമ്പോൾ 0, തേർഡ് ടേം എടുക്കുമ്പോഴത്തേക്കും -2 അതുപോലെ എഴുതി. z² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 × z which is equal to -4 × z. ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് വൈ is equal to x - √y² + z². So we have to find out dou f by dou x which is equal to dou by dou x of x - √y² + z². ഇനി ഓരോ ടേംസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് √y² പ്ലസ് എന്തായിട്ടും z².
ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്താണ് 1 മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്താണ് വൈയും സെഡിൻ്റെ ടേം എന്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്താണ് 0. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 0 ഈക്വൽ ടു 1. ഓക്കെ, ഇനി ഡോ എഫ് ബൈ ഡോ വൈ നമുക്ക് ചെയ്യാം. ഇറ്റ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണല്ലോ. ഇറ്റ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. So it is equal to എന്താ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുന്നത് 0 ആണ്. 0 മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ നമുക്ക് ആദ്യം റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു വൈ. നമുക്കറിയാം അല്ലേ, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താടാ 1/2 റൂട്ട് എക്സ് ആണല്ലോ. അതുപോലെ റൂട്ട് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/√2 ഇൻറ്റു റൂട്ട് y square plus c square കഴിഞ്ഞില്ല ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ചെയ്യണം. ഓക്കെ, ഇറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മൈനസ് 1/2 ഇൻറ്റു റൂട്ട് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ എന്താ 2y, ഡോ ബൈ ഡോ വൈ ഓഫ് സി സ്ക്വയർ എന്താ 0. ഈ 2 ക്യാൻസൽ ചെയ്യാം, ബാക്കി നമുക്ക് എന്ത് കിട്ടും മൈനസ് 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇവിടെ ഒരു y ഉണ്ട് കേട്ടോ, -1 അല്ല -y. ഓക്കെ, -y ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് എന്ത് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡോ എഫ് ബൈ ഡോ സി കണ്ടുപിടിക്കാം. സോ വി ഹാവ് ഡോ എഫ് divided by dou z which is equal to dou by dou z of x minus square root of y square plus z square is equal to dou by dou z of x minus dou by dou z of square root of y square plus c square ആണല്ലോ. എന്ത് കിട്ടും, ഇത് 0 മൈനസ് ഡോ ബൈ ഡോ സി ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, റൂട്ട് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. അന്നേരം എന്ത് കിട്ടും നമുക്ക് 1/2 റൂട്ട് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു എന്താണ് ഡോ ബൈ ഡോ സി ഓഫ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. എന്താണ് അവിടെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ് അപ്ലൈ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം അന്നേരം എന്ത് കിട്ടും നമുക്ക് റിസൾട്ട് എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ സി ഓഫ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഡോ ബൈ ഡോ സി ഓഫ് വൈ സ്ക്വയർ എന്താ 0. ഡോ ബൈ ഡോ സി ഓഫ് സെഡ് സ്ക്വയർ എന്താണ് 2 ഇൻറ്റു സെഡ് അല്ലെങ്കിൽ 2 ഇൻറ്റു സി. ഈ 2 ക്യാൻസൽ, ബാക്കി നമുക്ക് എന്ത് കിട്ടും മൈനസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് y square plus z square. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, f of x y z equal to x square plus y square plus z square the whole raised to -1/2. നമുക്ക് ഫസ്റ്റ് ഡോ എഫ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. ഡോ എഫ് ബൈ ഡോ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z square the whole raised to -1/2 ഇൻറ്റു എന്താണ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. അപ്പോൾ ആദ്യം നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് എക്സ് റൈസ് ടു എൻ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്താ n ഇൻറ്റു എക്സ് റൈസ് ടു n-1 നമുക്കറിയാം. അതുപോലെ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ദ ഹോൾ റൈസ് ടു -1/2ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ദ ഹോൾ റൈസ് ടു -1/2 -1 അല്ലേ,
minus 1 by 2 minus 1 into എന്താണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താ 2x അല്ലേ. ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സ്ക്വയർ 0, ഡോ ബൈ ഡോ എക്സ് ഓഫ് സി സ്ക്വയറും 0 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ഈ 2ഉം ഈ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്താ വരിക, ഇവിടെ നോക്കിക്കുക മൈനസ് 1 by 2 മൈനസ് 1 മൈനസ് 3 by 2 ആണല്ലോ. അപ്പം മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ദ ഹോൾ റൈസ് ടു മൈനസ് 3 by 2 ഇൻറ്റു എക്സ്. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് എഴുതാം മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ദ ഹോൾ റൈസ് ടു മൈനസ് 3 by 2. ഇത് നോക്കിക്കേ, ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഡോ ബൈ ഡോ വൈ ഓഫ് ഈ ടേം ഫസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ദ ഹോൾ റൈസ് ടു മൈനസ് 1 by 2 ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ എന്ന് വരിക അല്ലേ, ആണല്ലോ. അപ്പോൾ നമുക്ക് സിമിലർലി ഇട്ട് എഴുതാം ഡോ എഫ് ബൈ ഡോ വൈക്ക് പകരം വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എക്സിൻ്റെ പ്ലേസിലൂടെ വൈ ആകും ഇൻറ്റു ബാക്കി അതുപോലെ തന്നെ വരും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ദ ഹോൾ റൈസ് ടു മൈനസ് 3 by 2. അതുപോലെ ഡോ എഫ് ബൈ ഡോ സി ആകുമ്പോൾ എന്ത് വരും മൈനസ് സി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ദ ഹോൾ റൈസ് ടു മൈനസ് 3 by 2. Okay. Next question, f of xy is equal to sin inverse of xyz. ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? ഫസ്റ്റ് ഡിഫറൻഷ്യൽ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താ ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ സി ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 by സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 by സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ നമുക്കിവിടെ കിടക്കുന്ന എക്സ് വൈ സി ആണല്ലോ. അപ്പോൾ ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ സി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 divided by സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് വൈ സി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു കഴിഞ്ഞിട്ടില്ല ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ സി ആണല്ലോ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ ഇൻറ്റു സി വിച്ച് ഇസ് ഈക്വൽ ടു 1 by സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് വൈ സി ദ ഹോൾ സ്ക്വയർ. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സി ചെയ്യുമ്പോൾ അതൊക്കെ ഇവിടെ വൈ ഇൻറ്റു സി കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 കിട്ടും ആണല്ലോ. നമ്മുടെ ആൻസർ എന്താണ് വൈ സി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് വൈ സി ദ ഹോൾ സ്ക്വയർ ആണല്ലോ. ഇനി സിമിലർലി ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ വൈ കാണത്തില്ല, പകരം എക്സ് സി ആയിരിക്കും വരിക. എക്സ് സി ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സെയിം തന്നെ 1 മൈനസ് എക്സ് വൈ സി ദ ഹോൾ സ്ക്വയർ. അതുപോലെ ഡോ എഫ് ബൈ ഡോ സി ഈക്വൽ ടു എന്താ സി വരത്തില്ല, പകരം എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് വൈ സി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് വൈ സി ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ സി. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഫസ്റ്റ് നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഡോ എഫ് ബൈ ഡോ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്. സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് കേട്ടോ. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ 1 divided by എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇവിടെ നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ എക്സ് പ്ലസ് വൈ സി ആണ് കിടക്കുന്നത്. ഇപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്യാനായിട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താ സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ സി which is equal to 1 divided by x in the place x plus yz ആണല്ലോ. x plus yc into square root of x square minus 1 x plus yc അതിൻ്റെ സ്ക്വയർ the whole square minus 1 into dou by dou x of x plus yz. Dou by dou x of x plus yc
Okay, then the item is equal to 1 divided by x plus yc into square root of x plus yz the whole square minus 1 into dou by dou x of x plus yz. Dou by dou x of x ന്റെ വാല്യൂ എന്താണ് 1 into 1 into yz ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 1 plus 0. 1 plus 0 is 1. 1 into 1 is 1 divided by x plus yz into square root of x plus yz the whole square minus 1 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുക കേട്ടോ. സോ ആൻസർ എന്താണ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ സി ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വൈ സി ദ ഹോൾ സ്ക്വയർ മൈനസ് 1. ഓക്കെ, ദെൻ ഇപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കിനി അതുപോലെ ഡോ എഫ് ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി ഹാവ് dou f by dou y, dou f by dou y which is equal to എന്താണ് dou by dou y of sec inverse of x plus yz ആണല്ലോ, which is equal to dou by dou y of sec inverse of x plus yz എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ sec inverse of x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 divided by x plus x into root of x square minus 1. അതുപോലെ sec inverse of x plus yz ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 divided by x plus yz into square root of x plus yz the whole square minus 1 into derivative dou by dou y of x plus yc ആണല്ലോ. അപ്പോൾ x plus yc ന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുമ്പോൾ dou by dou y of x ന്റെ ഡെറിവേറ്റീവ് 0, dou by dou y of y ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും z ആണ് വരുന്നത്, which is equal to 1 divided by x plus yz into square root of x plus yc the whole square minus 1 into dou by dou y of x എന്താ 0 plus dou by dou y of yc ചെയ്യുമ്പോഴത്തേക്കും z നമുക്ക് പുറത്തെടുക്കാം ഇൻറ്റു ഡോ വൈ ബൈ ഡോ വൈ അല്ലേ. ഡോ വൈ ബൈ ഡോ വൈൻ്റെ വാല്യൂ എന്താ 1 അല്ലേ. ഡോ വൈ ബൈ ഡോ വൈ വിച്ച് ഇസ് ഈക്വൽ ടു ഡോ വൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു സി ചെയ്യുമ്പോൾ സി കിട്ടും. സോ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടും c divided by denominatorൽ x plus yc into square root of x plus yc the whole square minus 1. ഓക്കെ, നമുക്കിനി ഡോ എഫ് ബൈ ഡോ സി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. വി ഹാവ് ഡോ എഫ് ബൈ dou z which is equal to dou by dou c of sec inverse of x plus yc ആണല്ലോ, is equal to sec inverse of x plus yc ന്റെ ഡെറിവേറ്റീവ് എന്താ 1 divided by x plus yc into square root of x plus yc the whole square minus 1 ആണല്ലോ, into derivative of dou by dou c of x plus y into c, which is equal to 1 divided by x plus yz into square root of x plus yc the whole square, x plus yc the whole square minus 1 into dou by dou z of x എന്താ 0 plus dou by dou z of yz y into c. അവിടെ y നമുക്ക് കോമൺ എടുക്കാം, y ഇൻറ്റു ഡോ സി ബൈ ഡോ സി ഇങ്ങനെ വരും അല്ലേ. ഡോ സി ബൈ ഡോ സി എന്താണ് 1 ആണ്. ബാക്കി നമുക്ക് എന്താ കിട്ടുക, ആൻസർ അങ്ങനെ വരും y ഡിവൈഡഡ് ബൈ which is equal to എന്ത് കിട്ടും y divided by x plus yc into square root of x plus yc the whole square minus 1. Okay, next question നോക്കിക്കേ. f of x y is equal to natural log of x plus 2y plus 3z ഇതാണ് ക്വസ്റ്റ്യൻ. f of x y z is equal to എന്താണ് natural log of x plus 2y plus 3z. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? we can find out
dou f by dou x. Dou f by dou x which is equal to എന്താണ് natural log x ന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 by x ആണല്ലേ. അതുപോലെ natural log of x plus 2y plus 3z ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 divided by x plus 2y plus 3z കഴിഞ്ഞില്ല into dou by dou x of x plus 2y plus 3z ചെയ്യണം. Which is equal to എന്ത് കിട്ടാം 1 divided by x plus 2y plus 3z into dou by dou x of x എന്താ 1 plus dou by dou x of 2y 0 dou by dou x of 3z 0. അപ്പോൾ 1 plus 0 is 1 1 into 1 is 1. ബാക്കി എന്ത് കിട്ടും 1 divided by x plus 2y plus 3z. Okay, that is dou f by dou x. ഇനി അടുത്തത് we can find dou f by dou y. Dou f by dou y which is equal to എന്താണ് dou by dou y of natural log എന്താണ് natural log x plus 2y plus 3z ആണല്ലോ. which is equal to 1 divided by x plus 2y plus 3z into dou by dou y of x plus 2y plus 3z ആണല്ലോ. which is equal to dou by dou y of x 0 dou by dou y of 2y 2 into 1 that is 2 dou by dou y of 3z എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് എന്ത് കിട്ടും 1 divided by x plus 2y plus 3z into ഇവിടെ എന്ത് കിട്ടും 0 plus 2 plus 0 ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടും 0 plus 2 എന്ന് പറയുന്നത് 2 ആണ് 2 into 1 എന്ന് പറയുന്നത് 2 ആണ്. which is equal to എന്ത് കിട്ടും 2 divided by x plus 2y plus 3z. Next, dou f by dou z. So which is equal to എന്ത് കിട്ടും dou by dou c of ln x plus 2y plus 3z. This is equal to ln x plus 2y plus 3z ന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 divided by x plus 2y plus 3z into dou by dou c of x plus 2y plus 3 into c. This is equal to എന്ത് കിട്ടും dou by dou z of x 0 dou by dou z of 2y 0 dou by dou z of 3z എന്ന് പറയുന്നത് എന്താ 3. അപ്പം നമുക്ക് എന്താ ആൻസർ വരിക എന്ത് വരും 1 divided by x plus 2y plus 3z into 0 plus 0 plus 3 ആണല്ലോ. is equal to 3 divided by x plus 2y plus 3z. Okay. അടുത്ത ക്വസ്റ്റ്യൻ f of xyz equal to yz into ln x x y into z into ln xy. ഇവിടെ നോക്കിക്കേ dou f by dou x നമുക്ക് ചെയ്യണം അല്ലേ. which is equal to dou by dou x of yz into ln x into y. so നോക്കിക്കേ with respect to x ചെയ്യുമ്പോൾ yയും z എന്താണ് കോൺസ്റ്റന്റ് ആണ് ആണല്ലോ. അപ്പോൾ നമുക്ക് y into z പുറത്തെടുക്കാം. ബാക്കി എന്ത് കിട്ടും dou by dou x of ln x into y ആണല്ലോ. ഓക്കെ, ഇനി ln x into y ന്റെ ഡെറിവേറ്റീവ് നമുക്ക് എടുക്കാം y into c. ln അല്ലെങ്കിൽ നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 by xy into dou by dou x of x into y. ഓക്കെ, which is equal to എന്ത് കിട്ടും ഈ y ക്യാൻസൽ. ബാക്കി നമുക്ക് എന്താ കിട്ടുക z by x അല്ലെങ്കിൽ z by x into dou by dou x of x into y ചെയ്യുമ്പോൾ എന്ത് കിട്ടും y എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പുറത്തെടുക്കുക. dou x by dou x എന്ന് പറയുന്നത് എന്താണ് 1. അപ്പോൾ എന്ത് കിട്ടും ആൻസർ zy divided by x. ഓക്കെ, ഇതാണ് നമ്മുടെ dou f by dou x. അതുപോലെ നമുക്ക് dou f by dou yയും dou f by dou zയും കണ്ടുപിടിക്കാം. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഡോ എഫ് ബൈ ഡോ വൈ. ഡോ എഫ് ബൈ ഡോ വൈ വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എന്താ y ഇൻറ്റു സി നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ ആണല്ലോ. സോ വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, ഇവിടെ y ഇൻറ്റു സി ആണ് കിടക്കുന്നത്, ഇവിടെ നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സി എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് അങ്ങ് പുറത്തെടുക്കാം. ബാക്കി എന്ത് വരും? ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ ആണല്ലോ. ഇവിടെ വൈ ഉണ്ട്, ഈ നാച്ചുറൽ ലോഗിൻ്റെ ഉള്ളിലും എന്തുണ്ട്? വൈൻ്റെ ടേം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ വിച്ച് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡോ ബൈ ഡോ വൈ ഓഫ് നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡോ വൈ ബൈ ഡോ വൈ ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വൈ ഡോ ബൈ ഡോ വൈ ഓഫ് നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 1 ബൈ എക്സ് വൈ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. ഓക്കെ, പ്ലസ് നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ ഡോ വൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഈ വൈ ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് കിട്ടും? 1 ബൈ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ ചെയ്യുമ്പോൾ അവിടെ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. ഇൻറ്റു ഡോ വൈ ബൈ ഡോ വൈൻ്റെ വാല്യൂ ചെയ്യുമ്പോൾ 1 പ്ലസ് നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ. ഓക്കെ, ഈ എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ന്യൂമറേറ്ററിൽ 1 ആണ് വരുന്നത് ആണല്ലോ. ആ 1നെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി പ്ലസ് സി ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ, സി പ്ലസ് സി ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. നമുക്കിനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഡോ എഫ് ബൈ ഡോ സി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലം കഴിയും. സോ നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡോ എഫ് ബൈ ഡോ z which is equal to dou by dou z of and the y into z natural log of xy. ഇവിടെ നോക്കിക്കേ, ഈ വൈയും നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ ഒക്കെ വിത്ത് റെസ്പെക്ട് ടു എക്സിലും വൈയിലും വരുന്ന ഫങ്ഷൻസ് ആണല്ലേ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു സി ചെയ്യുമ്പോൾ ഈ വൈയും നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ എന്നുള്ള ടേമും കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കാം. വൈ ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ ഇൻറ്റു എന്താണ്? ബാക്കി ഇവിടെ ഉള്ളത് സി മാത്രം. അപ്പോൾ ഡോ സി ബൈ ഡോ സി, ഡോ സി ബൈ ഡോ സി എന്താ? 1 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? വൈ ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ. ഇതാണ് നമ്മുടെ ആൻസർ. ഡോ എഫ് ബൈ ഡോ സി ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് വൈ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Dou f by dou x which is equal to dou by dou x of e raised to minus x square plus y square plus z square which is equal to e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താ നമുക്കറിയാം. ഡെറിവേറ്റീവ് ഓഫ് e raised to x എന്ന് പറയുന്നത് e raised to x ആണല്ലോ. അപ്പോൾ e raised to minus of x square plus y square plus z square ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് e raised to minus of x square plus y square plus z square into dou by dou x of in the dou by dou x of minus x square plus y square plus z square ആണല്ലോ. This is equal to എന്ത് കിട്ടും? e raised to minus of x square plus y square plus z square into dou by dou x of minus x square എന്താ? minus 2x. Dou by dou x of y square 0, dou by dou x of z square ചെയ്യുമ്പോഴും 0 ആണ് കിട്ടുന്നത്. ബാക്കി രണ്ട് ടേംസ് എന്താണ്? 0 പ്ലസ് 0. ബാക്കി നമുക്ക് ഇവിടെ കിട്ടുന്നത് 2x മാത്രം. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2x ഇൻറ്റു, വെറും 2x അല്ല, മൈനസ് 2x, മൈനസ് 2x ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ് എന്ത്? ഡോ എഫ് ബൈ ഡോ എക്സ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ആണല്ലോ. ഇനി ഡോ എഫ് ബൈ ഡോ വൈ നിങ്ങൾ ചെയ്ത് നോക്കണേ. മിസ് സിമിലർലി ഇട്ട് എഴുതാൻ പോവുകയാണ്. പക്ഷെ എക്സാമിന് സിമിലർലി ഇട്ട് ചെയ്യാതിരിക്കുക, മാക്സിമം നിങ്ങൾ ചെയ്ത് തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ഡോ എഫ് ബൈ ഡോ
y which is equal to, ഇവിടെ with respect to x ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ minus 2x കിട്ടി. അപ്പോൾ അന്നേരം ഇവിടെ minus 2y ആയിരിക്കും വരിക. 2y into e raised to minus of x square plus y square plus z square ആണ്. Dou f by dou z which is equal to minus 2z into e raised to minus of x square plus y square plus z square. Okay, മനസ്സിലായല്ലോ? Okay. അടുത്ത ക്വസ്റ്റ്യൻ, f of x y z equal to e raised to minus x y z. ഇതാണ് ക്വസ്റ്റ്യൻ. So we can find out dou f by dou x. Dou f by dou x equal to dou by dou x of e raised to minus x y into c ആണല്ലോ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് e raised to x എന്ന് പറയുന്നത് എന്താ? e raised to x. അതുപോലെ dou by dou x of e raised to minus x y z എന്ന് പറയുന്നത് എന്താണ്? which is equal to e raised to minus x y c xyz into dou by dou x of minus xyz which is equal to നമുക്ക് എന്ത് കിട്ടും? e raised to minus xyz into dou by dou x ചെയ്യുമ്പോൾ yയും cയും കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം, into dou by dou x of minus x. എന്ത് കിട്ടും? dou by dou x of minus x minus 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? minus yz into e raised to minus xy into c. Okay, then dou f by dou y ചെയ്യാം. Dou f by dou y which is equal to dou by dou y of e raised to minus xy into c ആണല്ലോ, which is equal to e raised to minus xyz into dou by dou y of minus xyz. Okay, this is equal to e raised to minus xyz into dou by dou y of minus xyz ചെയ്യുമ്പോൾ minus x into z constant പുറത്തെടുക്കാം, into dou y by dou y by dou y. dou y by dou y ന്റെ വാല്യൂ എന്താ? 1 ആണ്, ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടും? minus xz into e raised to minus xyz ആണ് നമ്മുടെ ആൻസർ. minus xz into e raised to minus xyz ആണ് നമ്മുടെ dou f by dou y എന്ന് പറയുന്നത്. Okay, now dou f by dou z. Dou f by dou z which is equal to dou by dou z of e raised to minus xyz ആണല്ലോ, which is equal to e raised to minus xyz into dou by dou z of minus xy into c, which is equal to into ആണ് e raised to minus xyz into with respect to z ചെയ്യുമ്പോൾ x ഉം y ഉം കോൺസ്റ്റന്റ്, minus xy ഞാൻ കോമൺ എടുത്തു, into dou z by dou z. dou z by dou z എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ e raised to minus xy into minus xy minus xy into e raised to minus xyz ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. f of xyz equal to tan h of x plus 2y plus 3z. The tan h means hyperbolic function ആണിത്. So we have to find out dou f by dou x. Dou f by dou x which is equal to dou by dou x of and the tan h x plus 2y plus 3z ആണല്ലോ, which is equal to tan h theta. Tan hyperbolic theta ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് sec h സ്ക്വയർ തീറ്റയാണ് കേട്ടോ. sec h സ്ക്വയർ തീറ്റയാണ്, അല്ലെങ്കിൽ tan h തീറ്റേൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ sec h സ്ക്വയർ തീറ്റയാണ് tan h തീറ്റേൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ ഡോ ബൈ ഡോ എക്സ് ഓഫ് tan h x plus 2y plus 3z എന്ന് പറയുന്നത് sec h സ്ക്വയർ x plus 2y plus 3z into dou by dou x of x plus 2y plus 3z ആണല്ലോ, which is equal to sec h square of x plus 2y plus 3z into dou by dou x of x എന്താ 1, dou by dou x of 2y 0, dou by dou x of 3z 0. അപ്പോൾ 1 plus 0 plus 0 1. അപ്പോൾ 1 into sec h square x plus 2y plus 3z, that is sec
h square of x plus 2y plus 3z ആണ് നമ്മുടെ ആൻസർ. Okay, then dou f by dou y is equal to dou by dou y of tan h x plus 2y plus 3z. Which is equal to tan h theta ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec h square x plus 2y plus 3z into dou by dou y of x plus 2y plus 3z, which is equal to sec h square of x plus 2y plus 3z into dou by dou y of x in the value 0, dou by dou y of 2y is 2 plus dou by dou y of 3z is 0. So 0 plus 2 എന്ന് പറയുന്നത് 2 ആണ്, which is equal to 2 into sec h square of x plus 2y plus 3z ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി dou f by dou z which is equal to എന്ത് കിട്ടും? dou f by dou z is equal to dou by dou z of tan h x plus 2y plus 3z ആണല്ലോ, which is equal to tan theta ന്റെ ഡെറിവേറ്റീവ് എന്താ? sec. അപ്പോൾ tan h theta ന്റെ ഡെറിവേറ്റീവ് sec h square theta. അപ്പോൾ ഇവിടെ sec h square of x plus 2y plus 3z into dou by dou z of x plus 2y plus 3z ആണല്ലോ, which is equal to sec h square of x plus 2y plus 3z into dou by dou z of x 0, dou by dou z of 2y 0, dou by dou z of 3z 3 into 1 ആണ്, that is 3. So it is equal to 3 into sec h square of x plus 2y plus 3z. Okay, this is dou f by dou z. ഇതാണ് dou f by dou z. Okay, ഇപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് 3 വേരിയബിൾസ് ആണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് പഠിക്കാം? സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഹയർ ഓർഡേഴ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് മിസ് വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.